നമസ്തേ, ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. ആരോഗ്യമേഖലയിൽ ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സാ സഹായ പദ്ധതി. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുന്ന ഈ പദ്ധതി പ്രകാരം ഇന്ന് രാജ്യത്തെ 9 കോടിയോളം ജനങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതമുള്ള സൗജന്യ ചികിത്സാ സഹായം ലഭിച്ചു കഴിഞ്ഞു. 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേരെയും ഈ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നത് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. ₹5 लाख की गारंटी किसी ने नहीं दी. ये मेरे गरीब परिवारों के लिए ये भाजपा सरकार है, ये मोदी है जो आपको ₹5 लाख की गारंटी का कार्ड देता है. ഇത് ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡാണ്. ഇത് വന്നിട്ട് നമ്മുടെ വീടുകളിൽ വന്ന് ചെയ്തതിൻ്റെ കാർഡ് വീടുകൾ സപ്ലൈ ചെയ്യുകയാണ്. ഇത് നെടുങ്കാട് വാർഡാണ്. നെടുങ്കാട് വാർഡിൽ സോമൻ നഗർ കോളനിയാണ്. ആ കോളനിയിലൂടെ ഒരു 72 വയസ്സായ അമ്മയ്ക്ക് ഞങ്ങൾ എടുത്ത കാർഡ് കൊടുക്കുകയാണ്. സന്തോഷപൂർവ്വം വാങ്ങിക്കുക. 5 ലക്ഷത്തിൻ്റെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി. സന്തോഷമായി, എനിക്ക് കുടുംബത്തിനും സന്തോഷമായി, എല്ലാവർക്കും പാവപ്പെട്ടവർക്കൊക്കെ ആശ്വാസമായി. ആയുഷ്മാൻ ഭാരത് അഥവാ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സെപ്റ്റംബർ 23, 2018 ഈ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഭാരതത്തിന് സമർപ്പിക്കുന്നത്. 55 കോടി ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ്. അതായത് ഭാരതത്തിൻ്റെ 40% ആൾക്കാരെ ഡയറക്റ്റായിട്ട് ഗുണം ചെയ്യുന്ന പദ്ധതി. 12 കോടി ഫാമിലീസാണ് ഇതിനകത്ത് വരുന്നത്, ഗുണം ചെയ്യുന്നത്. നമ്മൾ കിടപ്പ് രോഗികളായ 70 വയസ്സ് കഴിഞ്ഞ അവരുടെ വീടുകളിൽ ചെന്നാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇതുപോലെ കാർഡ് എടുത്ത് ആ വീടുകളിൽ നമ്മൾ കൊടുക്കുന്നു. ഇപ്പം ഞാൻ നെടുങ്കാട് വാർഡിൻ്റെ കൗൺസിലറാണ്. നമ്മളെ വിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെടുന്ന എല്ലാ ഭവനങ്ങളിലും നമ്മൾ ചെന്ന് ഇത്തരത്തിൽ കാർഡ് കൊടുക്കുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് കാർഡ് എടുത്ത് അവർക്ക് സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഉറപ്പാക്കിക്കൊണ്ട് വരികയാണ്. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2018 പ്രധാനമന്ത്രി ഈ പദ്ധതി ലോഞ്ചിന് ശേഷം അതിൻ്റെ വിജയത്തെ തുടർന്ന് ഇപ്പോൾ 2024 സെപ്റ്റംബർ 11 ഈ പദ്ധതി 70 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർ കൂടെ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം സോഷ്യോ എക്കണോമിക് കാർഡ് ഉൾപ്പെടെയുള്ളവരല്ല, അല്ലാതെ തന്നെ എല്ലാ 70 വയസ്സിന് മുകളിലുള്ള കുടുംബാംഗങ്ങൾക്കും ഈ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലീകരിച്ചിരിക്കുകയാണ്. അതൊരു വൻ വിജയമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് വിലാസിനി മാമി നെടുങ്കാട് വാർഡിൽ വലിയ വിളയിലാണ് താമസിക്കുന്നത്. ഞാൻ വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും CSCയുടെ ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ എല്ലാവരും കൂടെ വന്ന് വീട്ടിൽ വന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്ത്, കഴിഞ്ഞ ആഴ്ച ഫോട്ടോയൊക്കെ എടുത്ത് ലിങ്ക് ചെയ്തു. എൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ കാർഡാണ്. ആ കാർഡ് ഞാൻ ഇന്ന് മാമയ്ക്ക് കൈമാറുകയാണ്. ഒരു പ്രാവശ്യം മരുന്ന് വാങ്ങിന് 1000 രൂപയാണ്. അത് 2 ആഴ്ച കൊടുക്കാൻ പറ്റും. ഈ മാസം KSRTC പെൻഷൻ പോലും വന്നില്ല ഞങ്ങൾക്ക്. ഇത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്, സത്യം പറഞ്ഞാൽ. എനിക്കിപ്പോഴേ സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം ഇല്ല. എനിക്കിതാണ് ആദ്യമായിട്ട് വന്നത്. എനിക്ക് 82 വയസ്സായി. നമുക്ക് പിന്നെ ഇത്ര കാലം ജീവിക്കുമെന്നല്ല, പക്ഷെ പ്രധാനമന്ത്രിയുടെ ഈ കാര്യം ഏറ്റവും നല്ല കാര്യമാണ്. പദ്ധതിയെപ്പറ്റി നമ്മൾ അറിഞ്ഞത് നമ്മളെ കൗൺസിലർ, വാർഡ് കൗൺസിലർ നമുക്കിങ്ങനെ ഫോണിൽ കൂടെ അയച്ചു തന്നു. ഇങ്ങനെ 70 വയസ്സായവർക്ക് ചികിത്സാ കാർഡ് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുകയാണെന്നുള്ളത്. എനിക്ക് ഷുഗറ്, BP, കൊളസ്ട്രോള്, പിന്നെ ഹാർട്ടിൻ്റെ ഇതൊക്കെ ഉണ്ട് അസുഖം. ഇപ്പോൾ അതിന് ഞാൻ ഇഷ്ടംപോലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മാസം ഒരു 5000 രൂപയെങ്കിലും എനിക്ക് കുറയാതെ വേണം. ഗുളികയ്ക്ക് മാത്രം 300 രൂപയാണ് ഫീസ്.
ഡോക്ടറിന്. ഞാൻ ഇത് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമാകും. പ്രധാനമന്ത്രി നമുക്കിങ്ങനെ തരുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. നാലര കോടി ഭവനങ്ങളിൽ നിന്നും 6,70,00,000 വയസ്സ് കഴിഞ്ഞവർക്ക് അങ്ങനെ 18,55,00,000 ഗുണഭോക്താക്കളാണ് ഇതിൻ്റെ കീഴിൽ ഉണ്ടാകാൻ പോകുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന BPL വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 12,55,00,000 പേർക്കാണ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. ഈ ആയുഷ്മാൻ പദ്ധതി ലോകത്തിന് തന്നെ ഒരു മാതൃകയായ പദ്ധതിയാണ്. ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി 55 കോടി ജനങ്ങളെയാണ് ഡയറക്റ്റായിട്ട് ഗുണം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അതിൽ 36 കോടിക്ക് മുകളിൽ നമുക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. ആയുഷ്മാൻ കാർഡുകൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൽ തന്നെ അത് 76 ലക്ഷം പേർക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു ദിവസം തന്നെ ഭാരതത്തിൽ 50,000 പേര് കൂടുതൽ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 57,000 പേര് ഒരു ദിവസം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു പദ്ധതിയാണ്. കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. സ്വന്തമായും ഓൺലൈനായി പദ്ധതിയുടെ ഗുണഭോക്താകാൻ കഴിയും. പലയിടങ്ങളിലും ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങി കിടപ്പ് രോഗികളെ വീടുകളിൽ ചെന്ന പദ്ധതിയിൽ അംഗമായി ചേർക്കുന്നു. गरीब के घर में कोई एक अगर गंभीर रूप से बीमार होता है तो उसका असर घर के हर सदस्य पर पड़ता है. मैं अपने गरीब भाई बहनों को इस बेबसी में नहीं देख सकता था. इसलिए ही उस संवेदना में से, उस दर्द में से, उस पीड़ा में से मेरे देशवासियों के प्रति पूर्ण समर्पण भाव में से आयुष्मान भारत योजना ने जन्म लिया है. ഇത് നെടുങ്കാട് വാർഡിലെ മറ്റൊരു ഭവനമാണ്. കോളനിയിൽ തന്നെ മറ്റൊരു ഭവനമാണ്. ലീലാവതി അമ്മ എന്നാണ് പേര്. അമ്മയ്ക്ക് നമ്മൾ 5 ലക്ഷത്തിൻ്റെ സൗജന്യ ഇൻഷുറൻസ് കാർഡ് കൊടുക്കുകയാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുണ്ട്. അച്ഛൻ കിടപ്പ് രോഗി. 5 ലക്ഷത്തിൻ്റെ ചികിത്സ സഹായ കാർഡ് പാവപ്പെട്ടവർക്കൊക്കെ സഹായമായിട്ട്. വയസ്സ് കഴിഞ്ഞ എല്ലാ ഭവനങ്ങളിലും ഞങ്ങൾ നേരിട്ട് ചെന്ന് അവർക്ക് കിടപ്പ് രോഗികൾ നിരവധി കിടപ്പ് രോഗികളുണ്ട്. അവർക്ക് ഈ അക്ഷയ കേന്ദ്രങ്ങളിലോ CSA കോമൺ സർവീസ് സെൻ്ററുകളിലോ ചെന്ന് എടുക്കുവാൻ സാധിക്കുകയില്ല. അവർക്ക് ഇത് മൊബൈലിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി നമ്മളെപ്പോലുള്ള ജനപ്രതിനിധികൾ എല്ലാ ഭവനങ്ങളിലും കിടപ്പ് രോഗികളായിട്ടുള്ള കിടക്കുന്നവർക്ക് അവരുടെ വീടുകളിൽ ചെന്ന് ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി ഈ കാർഡ് എടുക്കുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് വാർഡ് കൗൺസിലർമാരെ ബന്ധപ്പെടുമ്പോൾ അവരതിൽ നിരുത്സാഹപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ CSAയുടെ ആൾക്കാരുണ്ട്, ചുമതലപ്പെട്ട ആൾക്കാരുണ്ട്, അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വീടുകളിൽ ചെന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. എല്ലാം ചെയ്യുന്നത് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. 5 പൈസ വാങ്ങിക്കാതെയാണ് നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരുന്നത്.
70 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും അത് എടുക്കാനുള്ള ഒരു ഓപ്പൺ ബെനിഫിഷ്യറി ലോഗിൻ കൊടുത്തിട്ടുണ്ട്. പ്രായമായവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് കാരണം നമ്മൾ സഹായമായി ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ വരുമ്പോൾ ആധാർ കൊണ്ടുവരണം. അവർ നേരിട്ട് വന്ന് മാത്രമേ കാർഡ് എടുക്കാനായി സാധിക്കൂ. കാര്യം 70 വയസ്സ് കഴിഞ്ഞവരുടെ ഫോട്ടോ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് 70 വയസ്സ് കഴിഞ്ഞവർ നേരിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആയുഷ്മാൻ ഭാരതിൻ്റെ ബെനിഫിഷ്യറി ലോഗിൻ വഴി അവർക്ക് കാർഡ് എടുത്ത് കൊടുക്കാനായി സാധിക്കൂ. പലർക്കും വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവർക്ക് നമ്മൾ വീടുകളിൽ പോയി കിടപ്പ് രോഗികളാണെങ്കിലും മറ്റ് നടന്നു വരാനുള്ള ബുദ്ധിമുട്ട് നേരിടുന്നവരുണ്ട്. വരാൻ പാടുള്ള എല്ലാവർക്കും നമ്മൾ വീടുകളിലും പോയി കാർഡ് എടുത്ത് സൗജന്യമായി തന്നെ കൊടുക്കാറുണ്ട്. ഇത് എടുക്കാനായിട്ട് നമുക്ക് ആധാർ വേണ്ടി വരുന്നുണ്ട്. പലരും പ്രായമുള്ളവർക്ക് പോകാൻ ബുദ്ധിമുട്ട് കാരണം ആധാർ മൊബൈലുമായി ലിങ്ക് ചെയ്തിട്ടില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഫേസ് ഓതൻറ്റിഫിക്കേഷൻ വഴിയും നമുക്ക് എടുത്തു കൊടുക്കാനുള്ളൊരു സാധ്യത നമുക്ക് ഗവൺമെൻറ് പോർട്ടലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ ഫേസ് ഓതൻറ്റിഫിക്കേഷൻ വെച്ചും നമ്മൾ ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് എടുത്ത് കൊടുക്കാറുണ്ട്. അവർക്ക് കുടുംബാംഗങ്ങളെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുടുംബാംഗങ്ങളുടെ ആധാറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം അച്ഛൻ ആണെന്നുണ്ടെങ്കിൽ മകളുടേതും അതുപോലെ മകൻ്റെത്, ഭാര്യയുടേത്, 70 വയസ്സ് കഴിയാത്തവർക്കും ഇതിൽ ആഡാക്കാൻ പറ്റും. ഇവരുടെ കൂടെ ഒരു ബെനിഫിഷ്യറി ലോഗിൻ ആഡാക്കാൻ പറ്റും. പക്ഷെ അവർക്ക് കാർഡ് ആനുകൂല്യവും നമുക്ക് ഇതിൽ പറയുന്നില്ല. കാർഡ് ഇഷ്യൂ ചെയ്യുന്നില്ല. അവരുടെ EKYC ചെയ്യുന്നില്ല. 70 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ നമുക്ക് EKYC ചെയ്ത് കാർഡായിട്ട് ജനറേറ്റ് ചെയ്ത് വരത്തുള്ളൂ. ഒരു 70 വയസ്സ് കഴിയുമ്പോൾ അറിയാമല്ലോ, ഉറ്റവരും ഉടയവരും ഒക്കെ മാറ്റി നിർത്തുന്ന ഒരു പ്രായത്തിൽ അവർക്ക് ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന ഏറ്റവും നല്ല ജനപ്രിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമുണ്ട്. എല്ലാ വാർഡുകളിലും ജനപ്രതിനിധികളുണ്ട്. ആ ജനപ്രതിനിധികളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോമൺ സർവീസ് സെൻറ്ററിലുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് അവരുടെ ഭവനങ്ങളിൽ അത് എടുപ്പിക്കുവാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും, നമ്മുടെ 70 വയസ്സ് കഴിഞ്ഞവർ ആയിട്ടുള്ള ഓരോരുത്തരും ഇതിൻ്റെ അംഗമാകാനും നിങ്ങളുടെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. ഇത് 55 കോടി ജനങ്ങളെ ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഇന്ത്യയിലെ ഫ്ലാഗ്ഷിപ്പ് ഇവൻ്റായ ആയുഷ്മാൻ ഭാരത് പദ്ധതി. സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഇതിൻ്റെ ഗുണം ലഭിക്കുന്നതായിരിക്കും. എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകി വരുന്നു. തങ്ങളുടെ ആശുപത്രികളുടെ പട്ടിക അറിയുവാനും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമാകുവാനും കേന്ദ്ര സർക്കാർ ഓൺലൈൻ പോർട്ടൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. अगर किसी गरीब को कभी अस्पताल जाना पड़ा तो ये कार्ड उसकी जेब में 5 लाख रुपए के ATM कार्ड का काम करेगा. आप याद रखिएगा, आज आपको जो कार्ड मिला है, अस्पताल में उसकी कीमत 5 लाख रुपए के बराबर है. വിശ്വംഭരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തീർച്ചയായിട്ടും 5 ലക്ഷത്തിൻ്റെ സൗജന്യമായ കാർഡ് മാമന് ഞാൻ കൊടുക്കുകയാണ്.
ടിവിയുടെ അസുഖമൊക്കെ ഉണ്ട്, പിന്നെയും വയ്യാതൊക്കെ ആയി. റേഷൻ കാർഡ് ഏറ്റവും വലിയ സഹായമാണ് ഇത് തന്നത്. നല്ല കാര്യമാണ് ഇപ്പോഴും. ഇതിന് വേണ്ട രേഖകൾ എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ്, നമ്മുടെ അടുത്തുള്ള CSCയിലോ കോമൺ സർവീസ് സെൻ്ററുകളിലോ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതായിരിക്കാം. അവർക്ക് ഈസി ആയിട്ട് അവർക്ക് നോക്കിയിട്ട് നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് പലർക്കും ഇതിൻ്റെ ലെറ്റേഴ്സ് ഭാരത സർക്കാർ അയച്ചിട്ടുണ്ട്. ഇത് കിട്ടാത്ത ആൾക്കാർക്ക് നമുക്ക് സംശയമുണ്ട് നമ്മളിൽ പെടുന്നതാണോ എന്ന് സംശയമുള്ളവർക്ക് നേരിട്ട് പോയി തന്നെ ഇത് കിട്ടുന്നതായിരിക്കാം. സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഇത് കിട്ടുന്നതാണ്. പക്ഷേ എംപാനൽ ഹോസ്പിറ്റലിലായിരിക്കും. അതിന് ലിസ്റ്റ് ഉണ്ട്, ഗവൺമെൻറ് പ്രൊവൈഡ് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് പ്രകാരമുള്ള ഹോസ്പിറ്റലാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ഹോസ്പിറ്റലൈസേഷന് 3 ദിവസം മുമ്പും ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് 15 ദിവസവും ഈ ബെനിഫിറ്റ് കിട്ടും. അത് മരുന്ന് മേടിക്കാനാണെങ്കിലും നമ്മൾ കൺസൾട്ടേഷൻ ആണെങ്കിലും ആ ബെനിഫിറ്റ് ഇതിനകത്ത് കവേർഡാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഹോസ്പിറ്റലിലെ കൺസൾട്ടേഷൻ ഫീസ്, ചെറിയ സർജറി ചെയ്യണം അതിൻ്റെ, പിന്നെ ഇംപ്ലാന്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ്, ഇതെല്ലാം നമുക്ക് അതിൻ്റെ കൂടെ വരുന്നതാണ്. ഹോസ്പിറ്റൽ റെൻ്റ് ഉണ്ടാവും, ഫുഡ് എക്സ്പെൻസ് ഉണ്ടാവും, ഇതെല്ലാം നമുക്ക് കവർ ചെയ്യും. അതായത് ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ട മുഴുവൻ എക്സ്പെൻസസും ഈ 5 ലക്ഷം രൂപയ്ക്കകത്ത് കവേർഡാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പേസ് മേക്കർ വെക്കുന്നതിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ്റെ കൂട്ടത്തിൽ സ്റ്റെൻറ്റ് ഇടുന്നതിനും അതിനകത്ത് ഗുണം ചെയ്യുന്നുണ്ട്. ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് നമുക്ക് എല്ലാവർക്കും സ്വന്തമായി അത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഗൂഗിളിൽ കയറി ആയുഷ്മാൻ ഭാരത് ബെനിഫിഷ്യറി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആയുഷ്മാൻ ഭാരതിൻ്റെ പോർട്ടലിൽ ബെനിഫിഷ്യറി ലോഗിൻ ഒരു ടെക്സ്റ്റ് ബോക്സ് വരുന്നത് കാണാം. നമുക്ക് അതിൽ നിന്നുകൊണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായി ഇത് ചെയ്യാനായിട്ട് സാധിക്കും. സ്വന്തമായി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും CSC സെൻറ്ററിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യമായി തന്നെ ഇത് രജിസ്റ്റർ ചെയ്ത് തരും. ബുദ്ധിമുട്ടുള്ളവർ CSC സെൻറ്ററുകളിൽ പോയി സൗജന്യമായിട്ട് നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യിക്കാവുന്നതാണ്. ഇത് ആയുഷ്മാൻ ഭാരതിൻ്റെ beneficiary.nha.gov.in എന്ന് പറയുന്ന സൈറ്റാണ്. ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ ലിസ്റ്റ് നോക്കാനായാലും അതുപോലെ തന്നെ നമുക്ക് ലോഗിൻ ചെയ്ത് കയറാനായാലും ഉപയോഗിക്കുന്ന സൈറ്റ് ഇതാണ്. ഈ സൈറ്റിൽ നമ്മൾ ബെനിഫിഷ്യറി ഉപയോഗിച്ചാണ് നമ്മൾ ഈ പോർട്ടലിൽ നിന്നാണ് നമ്മൾ ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് ജനറേറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിലും എല്ലാം നോക്കുന്നത്. അതിൽ നമ്മൾ ക്യാപ്ചയും മൊബൈൽ നമ്പരും ആ OTPയും എല്ലാം എടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പം നമുക്ക് ലോഗിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് NHAയുടെ കാർഡ് ജനറേറ്റ് ചെയ്യാനായി സാധിക്കുന്നത്. കേരള ഗവൺമെൻറ് NH നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ പോർട്ടലിൽ ആഡ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ കാർഡിന് ചികിത്സാ സഹായം കൃത്യമായി ലഭിക്കുകയുള്ളൂ. സ്റ്റേറ്റ് IT മിഷൻ അണ്ടറിലെ NHA വരുന്നത്. ഏതൊക്കെ ഹോസ്പിറ്റലിൽ ഇത് ഉണ്ട് എന്നറിയാൻ ഗൂഗിളിനകത്ത് കയറിയിട്ട് ആയുഷ്മാൻ ഭാരത് കേരള ഹോസ്പിറ്റൽ ലിസ്റ്റ് എന്ന് അടിച്ച് നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു സൈറ്റ് ലിങ്ക് ഓപ്പണായി വരുന്ന കാണാം. ആ സൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആയുഷ്മാൻ ഭാരതിൻ്റെ ബെനിഫിറ്റ് ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കും. ഇതിൽ നമ്മൾ കേരള എന്നടിച്ചാൽ കേരളത്തിലുള്ള ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. കേരളത്തിൽ എടുത്തേക്കുന്ന ലിസ്റ്റാണിത്. അതിൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റല് 202 പ്രൈവറ്റ് ഹോസ്പിറ്റല് 384 അതുപോലെ തന്നെ നമുക്ക് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റലായിട്ട് 125 എംപാനൽഡ് ആയിട്ട് നമുക്ക് 159 ഹോസ്പിറ്റൽ ലിസ്റ്റായിട്ട് കാണിച്ചേക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം നമുക്ക് ചികിത്സ ലഭ്യമാവുന്നതാണ്. നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണോ പോണത് അവിടെ ചികിത്സ കിട്ടുമോ എന്നറിയാൻ നമുക്ക് ഡിസ്ട്രിക്റ്റിനകത്ത് വന്നോ അല്ലെങ്കിൽ നമുക്ക് ബൈ പിൻകോഡ് നോക്കിയിട്ട് പിൻകോഡ് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ നമുക്ക്
ഡയറക്ഷനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഏത് ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് ഈ സൈറ്റിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഒന്ന് നേരത്തെ കൂട്ടി നമ്മളെ കാർഡ് കാണിച്ച് എൻക്വയറി ചെയ്തിരുന്നാൽ നമുക്കൊരു അസുഖം വന്ന് കിടപ്പിലാകുന്ന അല്ലെങ്കിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ കാർഡ് ആക്റ്റീവ് ആണോ എന്നൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് പറ്റും. ആയുഷ്മാൻ ഭാരതിൻ്റെ ആനുകൂല്യം നമുക്ക് എവിടെയൊക്കെയാണ് കിട്ടുന്നത് എന്ന് എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. നമുക്കിത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഈ ആനുകൂല്യം കിട്ടുന്നത്. കൂടാതെ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നമുക്ക് ഈ കിടക്കുന്ന സമയത്ത് ഇതിൻ്റെ ആനുകൂല്യം കിട്ടും. എഴുപത് വയസ്സ് തികഞ്ഞവർ നേരത്തെ കാർഡ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ കാർഡ് ഉപയോഗിച്ചാൽ മതി. കാര്യം NHAയിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയിൽ ഈ പുതിയ 70 വയസ്സിൻ്റെ അപ്ഡേഷൻ വന്നതിന് ശേഷം മാത്രം അവർക്ക് EKYC ചെയ്ത് കൊടുത്താൽ മതി, അപ്ഡേഷൻ ചെയ്ത് കൊടുത്താൽ മതി. പഴയ കാർഡ് ഉപയോഗിച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് സഹായം കിട്ടും. പക്ഷേ 70ൻ്റെ അപ്ഡേഷൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ അവർ പഴയ കാർഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ശരി തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും ശരി നമ്മൾ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇതിനകത്ത് വന്ന് ഇതിൻ്റെ ഗുണം ഈ പ്രധാനമന്ത്രിയുടെ ഈ ഒരു വലിയ പദ്ധതി നമുക്ക് ഗുണകരമായി വരാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ആ ഫാമിലി മുഴുവൻ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് ജോയിൻ ചെയ്യണം, ഈ രജിസ്ട്രേഷൻ ചെയ്യണം. നമുക്ക് ഗവൺമെൻറ് പദ്ധതികൾ നമ്മളെ വീട്ടിൽ എത്തണം. ഈ ഹാർട്ടിൻ്റെ അസുഖമുണ്ട്, പിന്നെ എല്ലാം ഒരുപാട് അസുഖമുണ്ട്. ഈ ഒരു ചികിത്സക്കാരുണ്ടെങ്കിൽ നമുക്ക് വളരെ ഏറ്റവും നല്ല കാര്യമാണ് പ്രധാനമന്ത്രിയുടെ ഈ കാര്യം. ഈ ചികിത്സ രീതി ഏറ്റവും ഞങ്ങൾക്ക് പ്രയോജനമാണ്. ഇന്ന് ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയോജനമാണ് എല്ലാവർക്കും. ഇന്ത്യ ഗവൺമെൻറ് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള ഈ വയസ്സ് ചെന്ന ആളുകൾ അത് വളരെയേറെ നല്ലൊരു നേട്ടമാണ്. പാവപ്പെട്ട 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ അവർക്കറിയില്ല ഇങ്ങനെ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന കാർഡ് ഉള്ളതായിട്ടും അത് എടുക്കേണ്ട വിധവും പലർക്കും അറിയില്ല. നമ്മളെപ്പോലുള്ള കൗൺസിലർമാർ, മെമ്പർമാർ അവരാണ് ഇവരെ സഹായിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ അറിയുന്ന എല്ലാവർക്കും അവരുടെ ഭവനങ്ങളിൽ ചെന്ന് ഇത്തരം കാര്യങ്ങൾ എടുത്തു കൊടുക്കണം. അത് നമ്മുടെ നരേന്ദ്രമോദിയുടെ നിരവധി പ്രോജക്റ്റുകളുണ്ട്. പക്ഷേ അതിലേറ്റവും കൂടുതൽ മർമ്മപ്രധാനമായി ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ആയുഷ്മാൻ ഭാരത്. എല്ലാവരും കൂടെ നമ്മുടെ നഗരത്തിൽ മാത്രമല്ല കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ മെമ്പർമാരോടൊന്നും എനിക്ക് പറയുവാനുള്ളത് ഇത്തരം ആൾക്കാരെ സഹായിക്കേണ്ട ഒരു കൈത്താങ്ങായി നിന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്. കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ചികിത്സാ പദ്ധതിയായ കാരുണ്യവുമായി കൂട്ടിക്കലർത്തിയാണ് നടപ്പിലാക്കുന്നത്. കേരളത്തിൽ ആയുഷ്മാൻ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര ആരോഗ്യ പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് ജനപ്രതിനിധികൾ നേരിട്ടിറങ്ങി ജനങ്ങളെ പദ്ധതിയുടെ ഭാഗമാക്കി വരികയാണ്. രാഷ്ട്രീയം നോക്കാതെ ഈ ജനകീയ പദ്ധതിയെ ജനങ്ങൾ ഒന്നായി ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ചയാണ് എങ്ങും. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. മറ്റൊരു പദ്ധതിയുടെ വിശദാംശങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.